أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ കാഫിറൂൻ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളാണ് ശ്രവിച്ചത്. ഇതിൻ്റെ തുടർന്നുള്ള വിശദീകരണത്തിൽ പറയുന്നു. സൂറത്തുൽ കാഫിറൂനെ കുറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത് വിശുദ്ധ ഖുർആന്റെ 4/1 ഭാഗമാണ് എന്നാണ്. ബാഹ്യമായി നോക്കുമ്പോൾ ഏതാനും ആയത്തുകളുള്ള ഈ സൂറത്തിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞതിൽ ആശ്ചര്യം തോന്നാം. എന്നാൽ തുടർന്നുള്ള വ്യാഖ്യാനങ്ങളിൽ നിന്നും എത്രത്തോളം ഗഹനമായ അർത്ഥമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നതാണ്. കൂടാതെ മറ്റു ചില പ്രത്യേകതകളും ഈ സൂറത്തിൽ അടങ്ങിയിരിക്കുന്നു. ഒന്നാമതായി, ഈ സൂറത്തിൻ്റെ ആദ്യ ഭാഗത്ത് പരാമർശിക്കപ്പെട്ട വിഷയവും ഇതിന് തൊട്ടു മുമ്പുള്ള സൂറത്ത് അഥവാ സൂറത്തുൽ കൗസറിലെ വിഷയവും തമ്മിൽ എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാൽ വിശുദ്ധ ഖുർആനിലെ മറ്റൊരു സൂറത്തും തന്നെ അതിൻ്റെ ആദ്യ ആയത്തുകൾ അതിന് തൊട്ടു മുമ്പുള്ള സൂറത്തിലെ എല്ലാ വിഷയങ്ങളെയും സാരാംശം അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയാവതല്ല. എന്നാൽ ഈ സൂറത്ത് മാത്രമാണ് അതിലെ ആദ്യ വചനങ്ങൾ മുൻ സൂറത്തിലെ വിഷയങ്ങളുടെ സാരാംശം അടങ്ങിയിട്ടുള്ളൂ. രണ്ടാമത്തെ പ്രത്യേകത, ഇതിന് ശേഷം വരുന്ന സൂറത്തിലെ അഥവാ സൂറത്തു നസറിലെ എല്ലാ വിഷയങ്ങളും ഈ സൂറത്തിൽ പരാമർശിക്കപ്പെട്ട വാദങ്ങളുടെ തെളിവുകളാണ് എന്നതാണ്. അതായത് ഇതിനു മുമ്പുള്ള സൂറത്തും അതിന് ശേഷം വരുന്ന സൂറത്തും ഈ സൂറത്തിൽ പറഞ്ഞ വാദങ്ങളെ തെളിയിക്കുന്നതാണ്. ഈയൊരു പ്രത്യേകത വിശുദ്ധ ഖുർആനിലെ മറ്റൊരു സൂറത്തിനും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ വിശുദ്ധ ഖുർആന്റെ 4/1 ഭാഗം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തികച്ചും ഉചിതമാണ് എന്ന് ഖലീഫത്തുൽ മസീഹ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഈ സൂറത്തിലെ പ്രാരംഭ ആയത്തുകളിൽ പറയുന്നത്, അല്ലയോ വിശ്വാസികളെ, ഏതെല്ലാം ബിംബങ്ങളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ ബിംബങ്ങളെ ഞാൻ ഒരിക്കലും തന്നെ ആരാധിക്കുകയില്ല, എൻ്റെ അനുയായികളും ആരാധിക്കുകയില്ല. കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന രീതിയിൽ ഞാനോ എൻ്റെ സ്വഹാബാക്കളോ ഒരിക്കലും തന്നെ ആരാധിക്കുകയില്ല. ഞാൻ ഏതൊരു അസ്തിത്വത്തെയാണോ ആരാധിക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു രീതിയിലാണോ ആരാധിക്കുന്നത് നിങ്ങളും ഒരിക്കലും തന്നെ ആരാധിക്കുകയില്ല. ഹസ്രത്ത് ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഞാൻ എൻ്റെ മതം ഉപേക്ഷിച്ച് ഒരിക്കലും തന്നെ മടങ്ങുകയില്ല. ഇല്ല അൻ യശാ അല്ലാഹു റബ്ബുന, എന്നാൽ എൻ്റെ നാഥനായ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. എന്നാൽ അതിന് വിപരീതമായി ഈ സൂറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറഞ്ഞിരിക്കുന്നത്, ഞാനും എൻ്റെ അനുയായികളും ഒരിക്കലും തന്നെ നിങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കുന്നതല്ല എന്നാണ്. ചരിത്രം അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോ സ്വഹാബാക്കളോ ഒരിക്കലും തന്നെ അവരുടെ ബിംബങ്ങളെ ആരാധിക്കുകയോ അവരുടെ രീതിയിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ അതിലെ രണ്ടാമത്തെ ഭാഗം, അതായത് അവിശ്വാസികളും ഒരിക്കലും തന്നെ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുകയോ മുസ്ലിങ്ങളുടെ രീതിയിൽ ആരാധനാ കർമ്മം നിർവഹിക്കുകയോ ചെയ്യുന്നതല്ല അല്ലെങ്കിൽ ചെയ്യുകയില്ല എന്നത് ബാഹ്യമായി നോക്കുമ്പോൾ അത് തെറ്റാണെന്ന് തോന്നുന്നതാണ്. കാരണം ആയിരക്കണക്കിന് അവിശ്വാസികൾ ഇസ്ലാം മതം സ്വീകരിച്ച് ഏകനായ അള്ളാഹുവിനെ ആരാധിച്ചിട്ടുണ്ട്. ചില മുഫസ്സിരീങ്ങൾ അതിന് മറുപടിയായിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത്, അവിശ്വാസികളിലെ വലിയ വലിയ നേതാക്കന്മാരാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ്. എന്നാൽ അത് ശരിയല്ല. തീർച്ചയായും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു വിഷയമായിരിക്കും. അതെന്തെന്നാൽ അതിൽ മുസ്ലിങ്ങളുടെയും അവിശ്വാസികളുടെയും പ്രകൃതത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മുസ്ലിങ്ങളുടെ പ്രകൃതം ഏകദൈവ വിശ്വാസത്തിലേക്ക് ആകർഷിക്കുന്നതാണെങ്കിൽ അവിശ്വാസികളുടെ ആചാരാനുഷ്ഠാനങ്ങളും സ്വഭാവ രീതിയും ഷിർക്കുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അവർ സ്വയം തൗഹീദിലേക്ക് ചായാൻ സാധ്യതയില്ല എന്നതാണ്. സൂറത്തുൽ കൗസറിൽ പറഞ്ഞിരുന്നത്, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ സന്താനങ്ങൾ നിന്നെ പിൻപറ്റുന്നവർ എന്നെന്നും നിലകൊള്ളുന്നതാണ്. അതിൽ
ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന വിഷയമാണ് അടങ്ങിയിരിക്കുന്നത്. അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവർ എന്നും ശിർക്കിൽ നിന്ന് അകന്നിരിക്കുന്നവരായിരിക്കും, തൗഹീദിൽ അടിയുറച്ച് നിൽക്കുന്നവരായിരിക്കും. ആ സൂറത്തിൻ്റെ അവസാന ഭാഗത്തിൽ പറഞ്ഞത് ഇന്ന ഷാനിയക ഹുവൽ അബ്തർ എന്നാണ്. അതായത് നിന്റെ ശത്രുക്കളുടെ സന്താനങ്ങൾ അവരുടെ സന്താനങ്ങളായി നിലകൊള്ളുകയില്ല, ആത്മീയപരമായി അവരുടെ സന്താനങ്ങളായി, അതായത് ആത്മീയപരമായി അവരുടെ സന്താനങ്ങളായി നിലകൊള്ളുകയില്ല. അവർ അതിൽ നിന്നും പുറത്തു പോകുന്നതാണ്. അവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മാർഗത്തെ പിന്തുടരുന്നതാണ്. അങ്ങനെ അവർ അവരുടെ പിതാക്കളിൽ നിന്ന് ബന്ധം വിച്ഛേദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആത്മീയ സന്താനങ്ങളിൽ ചേരുന്നതാണ്. ശത്രുക്കളിൽ ആസിൻ്റെ മകൻ ഉംറ, വലീദിൻ്റെ മകൻ ഖാലിദ്, അബൂ ജഹലിൻ്റെ മകൻ ഇക്രിമ, അതുപോലെ തന്നെ അബൂ സുഫിയാൻ തുടങ്ങിയവരെല്ലാവരും തന്നെ അതിന് ഉദാഹരണങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ വല അൻതും ആബിദൂന മാ അഅ്ബുദ് എന്ന വിഷയം, അതായത് ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നതല്ല എന്ന വിഷയം ബാഹ്യമായി നോക്കുമ്പോൾ തെറ്റാണെന്ന് തോന്നുന്നു. എന്നാൽ വിശുദ്ധ ഖുർആനിലെ അധ്യാപനങ്ങൾ ഒരിക്കലും തന്നെ തെറ്റാൻ സാധ്യതയില്ല. യഥാർത്ഥത്തിൽ അവർ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നില്ല മുസ്ലിങ്ങളായത്, മറിച്ച് ഇന്ന ഷാനിയക ഹുവൽ അബ്തർ എന്ന പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവാണ് അവരെ മുസ്ലിങ്ങളാക്കിയത്. അവൻ്റെ പ്രവൃത്തിയുടെ ഭാഗമായാണ് അവർ അതിൽ വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസം കാരണം വിശുദ്ധ ഖുർആന്റെ വാദം തെറ്റുന്നതല്ല. അതുപോലെ തന്നെ ഈ സൂറത്തിന് ശേഷം വരുന്ന സൂറത്തുമായും ഈ സൂറത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ അഥവാ സൂറത്തുൽ നസറിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ സഹായവും വിജയവും മുസ്ലിങ്ങൾക്ക് ലഭിച്ചു. അവർക്ക് മുന്നിൽ തലകുനിച്ചുകൊണ്ട് അവരുടെ ദൈവങ്ങളെ ആരാധിക്കേണ്ടി വന്നില്ല. അവർക്ക് മേൽ വിജയവും ലഭിച്ചു. രണ്ടാമത്തെ ഭാഗത്തിൽ പറഞ്ഞതുപോലെ അവർ ആഗ്രഹിക്കാതെ തന്നെ മക്ക വിജയത്തോടുകൂടി അവർക്ക് ഒന്നടങ്കം മുസ്ലിങ്ങളാകേണ്ടി വന്നു. വാഹിറു ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.